ഹായ് ഗായ്സ്, ഇത് ഇലവുംതിട്ട ദേവീ ക്ഷേത്രം. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് തോന്നും എൻ്റെ കാര്യങ്ങളിൽ ഇവിടുത്തെ ദേവിക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന്. അതങ്ങനെയാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാൽനടയായി വരുന്നവർക്ക് ഈ പടികൾ വഴി വരാം. വാഹനത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തു കൂടി റോഡുണ്ട്. ആ കാണുന്ന നീല കളർ കാണുന്നതില്ലേ, അത് അമ്പലക്കുളമാണ്. ഇവിടുത്തെ ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. പണ്ട് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞതാണ്. അതായത് അന്യനാട്ടിൽ ജോലിക്കൊക്കെ പോയി ജീവിക്കുന്ന മക്കളില്ലേ, അവർ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ദേവി അതറിഞ്ഞ് പരിഹരിക്കും. ക്ഷേത്രത്തിൽ വന്നാൽ മതി, നമ്മൾ പ്രാർത്ഥിക്കണ്ട, സങ്കടങ്ങൾ പറയണ്ട, ഇവിടെ വന്നിരുന്നാൽ മതി കുറച്ച് സമയം. ഇത് അയ്യപ്പനാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ കാവൊക്കെ പണ്ട് മുതൽ, ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. കാവുകൾ അങ്ങനെയാണെന്ന് തോന്നുന്നു, മാറ്റങ്ങളൊന്നും വരുത്താറില്ലെന്നാണ് തോന്നുന്നത്. മനസ്സിന് എന്ത് ശാന്തിയാണെന്നറിയാമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരുപാട് ആളുകളൊന്നും വരാത്ത അമ്പലമാണ്. ഉത്സവത്തിനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. നമുക്ക് ഭയങ്കര പീസായിട്ട് ശാന്തിയായിട്ട് നിന്ന് പ്രാർത്ഥിക്കാം. ഞാനിതിൻ്റെ അകം സൈഡൊന്നും എടുത്തിട്ടില്ല, പുറത്തൂടെ എടുത്തിട്ടുള്ളൂ. ഇവിടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇത് സദ്യാലയമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ആൽമരം കാണാം. ഇവിടെ ഒരു കൂറ്റൻ മാവാണ് ഉള്ളത്. മനുഷ്യർക്കും പക്ഷികൾക്കും അണ്ണാനും വാവലിനും ഒക്കെ ഇഷ്ടം പോലെ മാമ്പഴം കഴിക്കാം, തണലും കിട്ടും. ശിവൻ്റെ അടുത്താണ് ആ മാവ്. നേരത്തെ ഇവിടെ ശിവൻ ഇല്ലായിരുന്നു, അകത്തായിരുന്നു, അമ്പലത്തിനുള്ളിലായിരുന്നു. പിന്നീടാണ് ഇവിടെ പണി കഴിപ്പിച്ച് ഇങ്ങോട്ട് മാറ്റിയത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വന്ന അമ്പലം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പത്തനംതിട്ട ജില്ലയിലാണ് ഈ അമ്പലം. ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ ഒരുപാട് സ്നേഹവും സന്തോഷവും ഉണ്ട്. താങ്ക് യു.